ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അതേ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ നെഞ്ചിലേറ്റി വളർത്തി വലുതാക്കി നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നടിയും നർത്തകിയും ഗായികയും മോഡലും എഞ്ചിനീയറും എയർ ഹോസ്റ്റസും ഒപ്പം തന്നെ നഴ്സും ബിഗ് ബോസ് താരവും ബാറുകളുടെ അംബാസഡറും ബാർ ഡാൻസറും സ്റ്റേജ് സിംഗറും മലയാളികളുടെ തമനയെന്നും വിശേഷണമുള്ള നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട രേണു സുധിയുമായി ബന്ധപ്പെട്ട് വലിയ ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള കോൺട്രവേഴ്സി ഇന്നലെ വൈകിട്ട് തൊട്ട് തുടങ്ങിയതാണ്. നിരവധി റിയാക്ഷൻ ചാനലുകൾ, മറ്റു ചില മാധ്യമങ്ങളിലടക്കം രേണു സുധിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ബ്രസ്റ്റ് ക്യാൻസർ അടക്കം ആരോപിച്ചുകൊണ്ട് നിരവധി വീഡിയോകൾ വന്നിരിക്കുന്നു. ഇതിനോടൊന്നും താരം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഈ ഒരു വീഡിയോ എന്താണ് ചെയ്യാത്തതെന്ന് ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. നമ്മൾ 10-12 ദിവസമായി താരത്തിന്റെ വീഡിയോ ചെയ്തിട്ടില്ല. അതായത് ഇതുപോലുള്ള കാര്യങ്ങൾ, വോയിസ് റെക്കോർഡ്, ഇത്തരം കാര്യങ്ങളൊന്നും മുമ്പും നമ്മൾ ചെയ്തിട്ടില്ല. സ്ഥിരീകരിക്കാത്ത കാര്യമായതുകൊണ്ട് ഈ രീതിയിൽ അസുഖത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞ് വീഡിയോ ഇടുന്നതിനോട് എനിക്കൊട്ടുമേ യോജിപ്പില്ല. അസുഖം ഏതൊരു മനുഷ്യനും ഏത് അവസ്ഥയിലും വരാം. അതുകൊണ്ട് ആ ഒരു പരിപാടിയോട് ഒട്ടുമേ യോജിപ്പില്ല. ഇതിനിടയിൽ രാവിലെ എനക്കൊരു പാഹ്യൻ അയച്ചു തന്നൊരു വീഡിയോ, അതായത് താരത്തിൻ്റെതായ ഒരു ബിഗ് ബജറ്റ് സിനിമ, ഒരു ഹോം സിനിമ പുറത്തു വന്നിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ. അതായത് നമുക്കറിയാം, ഇതിനു മുമ്പും താരത്തിന്റെ ഓരോ പ്രൊജക്റ്റുകൾ വരുമ്പോൾ ഇത്തരം വിവാദങ്ങൾ ഉണ്ടാവാറുണ്ട്. അത്തരത്തിൽ ഉണ്ടാക്കിയെടുത്ത ഒരു വിവാദമാണെന്നുള്ള ആരോപണമാണ് ആ ഒരു പഹയനും ഒരു സ്ത്രീയും പങ്കുവെക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? താരത്തിൻ്റെതായി ഏറ്റവും പുതുതായി പുറത്തു വന്ന ബിഗ് ബജറ്റ് സിനിമ, ഏതാണ്ട് 10 ലക്ഷത്തിലധികം മുതൽ മുടക്കിയെടുത്തിരിക്കുന്ന ഒരു സിനിമ. പന്ത്രണ്ടാം മൈൽ എന്ന് പറഞ്ഞ ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയാണ് ഈ ഒരു വിവാദം ഉണ്ടാക്കിയെന്നാണ് ആരോപണം. എന്താണ് സംഭവിച്ചത്? വിവാദങ്ങൾ സിനിമയ്ക്ക് നേട്ടമായോ? താരത്തിന്റെ ആരോഗ്യസ്ഥിതി എന്താണെന്നുള്ള കാര്യം ഏറ്റവും ഒടുവിൽ ഞാൻ അറിഞ്ഞത് പറയുന്നതായിരിക്കും. എന്താണ് താരത്തിന്റെ 12-ാം മൈലിന് സംഭവിച്ചിരിക്കുന്നത്? വളരെ വിശദമായി പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് ഫേസ്ബുക്കിൽ കാണുന്ന പഹയമാര് പേജ് ഒന്ന് ഫോളോ ചെയ്ത് കാണാൻ ഉറപ്പായി ശ്രദ്ധിക്കുക. കേറി പിടിച്ചിറക്കണവനെ. അതായത് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവുന്നത് അതിതീവ്രമായ ചടുലമായ ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായ ഒരു പുതിയ സിനിമ. താരത്തിന്റെ വലിയ രീതിയിലുള്ള റിസ്കി ഷോട്ടുകൾ, ഒന്നിലധികം ആളുകളെ അടിച്ചിടുന്ന രീതിയിലുള്ള ഷോട്ടുകളൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. ആർക്കാണ് എന്റെ അനിയനെ തൊടേണ്ടത്? നിന്റെ അനിയൻ നമ്മളെ ഷാജാണന്റെ വണ്ടി കല്ലെറിഞ്ഞു. അണ്ണൻ അറിഞ്ഞാണ്ടല്ലോ നിന്റെ അനിയന് വാതിലടക്കാൻ കൈ കാണത്തില്ല. ഒരു ഷാജി, അവൻ എന്താടാ നിന്റെ കണ്ണനായത്? ഈ ചേരി നിന്നെയൊക്കെ പേടിച്ചിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഈ ഭാമയെ കൂട്ടണ്ട. പേടി എന്താണെന്ന് നിന്നെയൊക്കെ കാണിച്ചു തരാം. വാ കൊണ്ട് പറയാതെ പ്രവൃത്തി കൊണ്ട് ചെയ്ത് കാണിക്കടാ. താരം മാത്രമല്ല, താരത്തിന്റെ സഹചാരിയായി കൂട്ടാളിയുള്ള സജീന എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി, ഓളും ഒപ്പം അഭിനയിച്ചിട്ടുണ്ട്. അതായത് ദൃശ്യം 3-യിൽ പോലും കാണാത്ത രീതിയിലുള്ള ട്വിസ്റ്റുകളും ടേണുകളും നിറയുന്ന ഒരു കഥയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരവധി താരനിരകളുള്ള ഒരു ബ്രഹ്മാണ്ഡ ചിത്രം തന്നെയാണെന്നാണ് ഒറ്റ കാഴ്ചയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വൈശാഖിന്റെ സ്റ്റോക്ക് ആയിരിക്കുമല്ലേ? എന്താ സാധനം? കോളേജ് പിള്ളേർക്കുള്ള പൊടിയാണ്. അതായത് താരത്തിന്റെ മുൻകാല ചിത്രങ്ങളെ അപേക്ഷിച്ച് നിൽക്കുമ്പോൾ വലിയൊരു താരനിര ഉൾപ്പെടുന്ന ഒരു വൈഡ് ആംഗിളിലൊക്കെ ഒരു ഹെലികാമൊക്കെ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ വെച്ച് എടുത്തിരിക്കുന്ന ഒരു ബ്രഹ്മാണ്ഡ ചിത്രം തന്നെയാണ്. താരത്തെ വെച്ച് വലിയ രീതിയിൽ പൈസ മുടക്കാൻ ഒരു പ്രൊഡ്യൂസർ തയ്യാറായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു സിനിമ വിജയിക്കേണ്ടത് താരത്തിന്റെ കരിയറിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒന്നാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവനെ ഒന്നും ചെയ്യരുത്, ഞാൻ വന്നല്ലോ. നീ വരുമല്ലോ, എനിക്കറിയാം എവിടെ തൊട്ടാ നിനക്ക് പൊള്ളുവെന്ന്. അവനെ അയച്ചുവിട്. നീ തിടുക്കം കൂട്ടാതെ ഞാനൊന്ന് ശരിക്കൊന്ന് കാണട്ടെ.
എന്നാൽ കഥയിൽ വലിയ പുതുമയൊന്നും അവകാശപ്പെടാനില്ല. സ്ഥിരം താരത്തിന്റെ ചിത്രങ്ങളിലുള്ളതുപോലെ തന്നെ ആ ഒരു വില്ലനായ കൊടൂര വില്ലനായ ആ ഒരു പഹയൻ താരസുന്ദരിയെ തട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് താരത്തിന്റെ അങ്കലാവണ്യത്തിൽ കൺട്രോൾ പോയ ആ ഒരു പഹയൻ താരത്തെ തട്ടിക്കൊണ്ട് ഗോണയിൽ വന്നതിന് ശേഷം താരത്തിന്റെ എന്തോ ഒന്ന് കാണാൻ വേണ്ടി പരതുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അതേ മുൻകാല ചിത്രങ്ങൾ പോലെയല്ല, ബ്രഹ്മാണ്ഡ ചിത്രം തന്നെയാണ്. അതായത് കോടികൾ മുടക്കിയുള്ള ഗ്രാഫിക്സുകളുടെയൊക്കെ ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ്. നിരവധി ഗ്രാഫിക്സുകൾ ഉപയോഗിച്ചിരിക്കുന്നു, ക്രെയിൻ ഉപയോഗിച്ചിരിക്കുന്നു. താരം അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ട്രെയിൻ കത്തിക്കുന്ന അല്ലെങ്കിൽ വിമാനം പോലും കത്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അത്തരത്തിലുള്ള ഒരു മെഗാ ബഡ്ജറ്റ് സിനിമയാണ് ഇറങ്ങിയിരിക്കുന്നത്. എന്നാൽ ഏറെ ദുഃഖകരമായ അവസ്ഥ, ഈ ഒരു സിനിമ ഇറങ്ങി മണിക്കൂറുകളായിട്ടും ആകെ 550 പേരാണ് കണ്ടിരിക്കുന്നത്. അതായത് താരത്തെ നെഞ്ചിലേറ്റി എന്ന് പറയുന്ന ആളുകൾ പോലും താരത്തിന്റെ ഈ ഒരു പുതിയ സിനിമ കാണാൻ വിസമ്മതിച്ചു. വലിയ തിരിച്ചടി, കനത്ത തിരിച്ചടി തന്നെയാണ് താരത്തിന് സംഭവിച്ചിരിക്കുന്നത്. അതായത് താരത്തിന്റെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ചൊരു സിനിമ ഇറങ്ങുമ്പോൾ വിവാദങ്ങൾ അത്യാവശ്യമാണ്. അത്തരത്തിലൊരു വിവാദമാണ് ഉണ്ടാക്കിയെടുത്തതെന്നാണ് ഈ ഒരു പഹയൻ ചില സ്ത്രീകൾ അടക്കം ഇവിടെ ആരോപിക്കുന്നത്. കമന്റുകളിൽ നിന്നും വ്യക്തമാണ് ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ടാണ് വിവാദം ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. എന്നാൽ വിവാദമുണ്ടാക്കിയിട്ടും താരത്തിന് ഗുണപ്പെട്ടില്ല. കമോൺ മീഡിയ എന്ന് പറയുന്ന ഒരു ചാനൽ വന്ന ഈ ഒരു സീരിയൽ, ഈ ഒരു മെഗാ സിനിമയ്ക്ക് ഇതിനോടകം 550 കാഴ്ചക്കാർ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. 10 ലക്ഷം രൂപയിലടക്കം മുടക്കിയെടുത്ത ഈ ഒരു സിനിമ കനത്ത തിരിച്ചടി തന്നെ. ഏറെ ദുഃഖകരമായ അവസ്ഥ. എന്തുകൊണ്ടായിരിക്കാം ഏറെ വിവാദമുണ്ടായിട്ടും താരത്തിന്റെ സിനിമയ്ക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടായത്? മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിവാദവുമായി ബന്ധപ്പെട്ട് ഈ സിനിമയ്ക്ക് വലിയ ബന്ധങ്ങളില്ലെന്നാണ്. അതായത് താരത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ചില കോണുകളിൽ നിന്നും അറിയാൻ സാധിക്കുന്നു. എന്നാൽ പ്രമുഖ നടിയുടെ സ്റ്റോറിയും ആക്ടിവിറ്റീസും ഒക്കെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസവും സ്റ്റോറി ആട്ടവും പാട്ടുമുള്ള സ്റ്റോറി ഇട്ടിരിക്കുന്നു. ഒപ്പം തന്നെ സബ്സ്ക്രിപ്ഷൻ ലൈവുകൾ ചെയ്യുന്നു. വലിയ സന്തോഷവതിയായി തുള്ളിക്കളിക്കുന്ന താരത്തെയാണ് കാണാൻ സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതുപോലൊരു വിഷയം ഉണ്ടെങ്കിൽ പോലും താരത്തിന് അത് പൂർണ്ണമായി തരണം ചെയ്ത്, അതായത് ബ്രസ്റ്റിലാണ് പ്രശ്നമുള്ളതെന്ന് പറയുന്നു. പക്ഷേ താരത്തിന് അത് ഇനീഷ്യൽ സ്റ്റേജ് ആയതുകൊണ്ട് വളരെ കൂളായി അത് തരണം ചെയ്ത് പൂർവാധികം ഭംഗിയായി ആളുകളെ രസിപ്പിക്കാൻ വേണ്ടി തൻ്റെ അഭിനയ പാഠവും പുറത്തെടുക്കാൻ താരത്തിന് വീണ്ടും സാധിക്കുമെന്ന ഉറപ്പ് താരത്തിനുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് തന്നെയാണ് നിരവധിയായ നമ്മൾ ഓരോരുത്തരും ലക്ഷ്യങ്ങളും കാത്തിരിക്കുന്നത്. താരം പൂർവാധികം ഭംഗിയായി ഇതുപോലുള്ള മെഗാ സിനിമകൾ, ആൽബങ്ങൾ ചെയ്യാൻ ആരോഗ്യവതിയായി വരട്ടെ എന്ന് ആശംസിക്കാം. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? കമോൺ മീഡിയയിൽ വന്ന ഈ ഒരു സിനിമ ഹിറ്റാക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുന്നത്. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക്, ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.